ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേസ്റ്റായിട്ട് പോകത്തില്ല. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളോടൊരു സംശയം വന്ന് തുടങ്ങുന്നത്? നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായി തുടങ്ങുന്നത് എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാതെ പോകുന്നത്, ആ നിമിഷം മുതൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായി തുടങ്ങും അല്ലേ? സംശയിച്ചു തുടങ്ങും. ഇനി എന്നെക്കൊണ്ട് ഇതൊക്കെ സാധ്യമാവുമോ എന്നുള്ളൊരു സംശയം നിങ്ങളിൽ ഉണ്ടായി തുടങ്ങും. സ്ട്രെസ്സിങ്, വറിയിങ്, നിങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു എന്നുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായി തുടങ്ങുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷേ അതേ മനസ്സിനെ തന്നെ, അതേ ആയുധത്തിനെ തന്നെ നമ്മളെ ജീവിതത്തെ പാടെ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ നിങ്ങൾക്ക് എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മനസ്സിനെ പതറാതെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. എന്നാലേ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതം എഴുതപ്പെടുമ്പോൾ പേന നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പേന കയ്യിൽ ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കൂടി ആയിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ, ആ ഒരു ലൈഫ് എന്താണോ, അതായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എല്ലാം സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അല്ലേ? നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അതിനേക്ക് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ, എത്രമാത്രം നിങ്ങൾ അതിനുവേണ്ടി മുന്നേറാൻ തയ്യാറാണോ, വേദനിക്കാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾ സ്ട്രഗിൾസ് അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതവും. പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു ദിവസം സഫലമാകും. ബിക്കോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. കാരണം ഇന്ന് നമ്മളിൽ പലരും ഓർഡിനറി മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നവരാണ്, ഒരു സാധാരണ ലൈഫ് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആകാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സ്വപ്നങ്ങൾ കാണാനായിട്ട് പഠിക്കുക. ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. എന്നിട്ട് ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് തളർത്താൻ വരും. ഒരുപാട് പേര് നമ്മളെ നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനായിട്ട് വരും. പക്ഷെ ഒരിക്കലും നിങ്ങൾ പിറകോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങുക. തീർച്ചയായിട്ടും ഒരു ദിവസം ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും. ദാറ്റ് ഈസ് യുവർ ടൈം. സോ ജസ്റ്റ് ബിലീവ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവർ ബൈ, ടേക്ക് കെയർ.